കൈവെട്ട് കേസിൽ പിടിയിലായ പ്രതി സവാദ് കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞത് 8 വർഷമാണ്. ജില്ലയിലെ 3 ഇടങ്ങളിലായി മാറി മാറി താമസിച്ചായിരുന്നു സവാദിന്റെ ഒളിവു ജീവിതം. വളപട്ടണം മന്നയിൽ 5 വർഷവും ഇരിട്ടി വിളക്കോട് 2 വർഷവും മട്ടന്നൂർ ബേരത്ത് 9 മാസവും താമസിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫെലിക്സ് വിശദാംശങ്ങളുമായുണ്ട്. ഫെലിക്സ്, 8 വർഷം എന്ന് പറയുമ്പോൾ ഏതു വർഷമാണ് ഇയാൾ കണ്ണൂരിലേക്ക് എത്തുന്നത്? ആദ്യം എത്തുന്നത് എങ്ങോട്ടേക്കാണ്? അവിടെ ഇയാൾക്ക് ആരൊക്കെ സഹായമായി? വന്ന സമയം മുതൽ ഇയാൾ ഷാജഹാൻ എന്ന പേരിലായിരുന്നു അവിടെ താമസിച്ചത്. വിവരങ്ങൾ. അക്ഷയ, 2016 ഈ സവാദ് കണ്ണൂരിൽ എത്തുന്നത്. 2016 കാസർഗോഡ് നിന്നും വിവാഹം കഴിച്ചതിന് ശേഷം കണ്ണൂരിലേക്ക് എത്തി. അങ്ങനെ കണ്ണൂരിൽ ആദ്യം എത്തുന്നത് വളപട്ടണമാണ്. വളപട്ടണത്തെ എത്തിയ ശേഷം വളപട്ടണം മന്ന എന്ന സ്ഥലത്ത് ഇയാൾ വാടകയ്ക്ക് താമസിച്ചു. 5 വർഷത്തോളം വളപട്ടണം മന്നയിൽ താമസിച്ചു. അതിനുശേഷമാണ് ഇരിട്ടി വിളക്കോട് എന്ന സ്ഥലത്ത് മാറിയത്. അങ്ങനെ ഇരിട്ടി വിളക്കോട് എന്ന സ്ഥലത്ത് 2 വർഷം താമസിച്ചു. അതിനുശേഷമാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായ മട്ടന്നൂർ ബേരം എന്ന സ്ഥലത്ത് എത്തുന്നത്. മട്ടന്നൂർ ബേരത്ത് 9 മാസം താമസിച്ചു. അങ്ങനെ താമസിക്കുന്നതിനിടയിലാണ് ഇയാളെ ഇന്നലെ പുലർച്ചെ എന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ എന്നെ സഹായിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സവാദ് ഷാജഹാൻ എന്ന പേരിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. അങ്ങനെ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ കഴിഞ്ഞ സവാദിനെ പിടികൂടാൻ സഹായകരമായത് സവാദിന്റെ ഇളയ കുഞ്ഞ് ജനിച്ചത് മട്ടന്നൂരിൽ എത്തിയ ശേഷമാണ്. ആ മട്ടന്നൂരിലെത്തിയ ശേഷം ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരിന്റെ സ്ഥലത്ത് സവാദിനെ കൊടുക്കാൻ എൻഐഎ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട തെളിവായി ജനന സർട്ടിഫിക്കറ്റ് മാറിയത്. മട്ടന്നൂർ നഗരസഭയിൽ നിന്നും കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥലത്ത് സവാദ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് ഒരു തരത്തിലും മറ്റാർക്കും സംശയമൊന്നും ഉണ്ടാക്കിയില്ലേ? തീർച്ചയായും അതൊരു പക്ഷേ മട്ടന്നൂരിലെത്തിയ ശേഷമാണ് ഈ രീതിയിലൊരു ഇടപെടൽ സവാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ടൊരു പക്ഷേ അത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നൊരു പക്ഷേ സവാദ് കരുതിയിരിക്കാം. ഏതായാലും അതുതന്നെയാണ് സവാദിനെ തിരിച്ചറിയാൻ, അതായത് സവാദ് ഷാജഹാനാണ് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയത് ഈ ജനന സർട്ടിഫിക്കറ്റാണ്. ഒപ്പം തന്നെ സവാദിൻ്റെ പുറത്ത് ഒരു മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. ഇതും എന്നെ തെളിവാക്കി മാറ്റി. ഇത് സവാദിൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കമ്പ് കൊണ്ടതാണ് എന്ന മറുപടിയാണ് സവാദ് നൽകിയത്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ അവസാനം സവാദ് സമ്മതിക്കുകയായിരുന്നു. ഞാൻ സവാദ് തന്നെയാണെന്ന് എൻഐക്ക് മുമ്പിൽ ഈ സമ്മതം അറിയിച്ചു. എൻഐഎ വളരെ രഹസ്യമായാണ് അന്വേഷണം നടത്തിയത്. പക്ഷേ ഈ ഷാജഹാൻ എന്ന പേര് അക്കാര്യത്തിലൊരു വ്യക്തത എൻഐക്ക് ഉണ്ടായില്ല. പിന്നീട് നേരിട്ട് ഈ ജനന സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ അതിനുശേഷം സവാദിനെ നേരിട്ട് ചോദ്യം ചെയ്ത സമയത്തും സവാദ് ഷാജഹാൻ അല്ല, എൻ്റെ സ്വന്തം പേര് സവാദാണെന്ന് സ്ഥിരീകരിക്കാനുണ്ടായത്. അതിലും കണ്ണൂരിൽ 3 താമസിച്ചു. 5 വർഷത്തോളം വളപട്ടണത്ത് താമസിച്ചു. 2016 കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത്. കാസർഗോഡ് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ ബന്ധുവിനെയാണ് വിവാഹം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. കാരണം സവാദിനെ സംരക്ഷിച്ചത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിനും എൻഐക്കും കിട്ടിയ മറുപടി. കാരണം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആരൊക്കെയാണ് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ പുറത്തു വരുന്നുണ്ടോ ഈ നിമിഷത്തിൽ? ഒപ്പം തന്നെ ഇത്രയും കാലം മുഴുവൻ ആളുകളെയും കബളിപ്പിച്ച് കഴിയുമ്പോൾ ഈ സവാദ് എന്ന പേരിൽ ഷാജഹാന് സവാദ് എന്നൊരു പേരുണ്ടെന്നുള്ള കാര്യം മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നു? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും വിശദീകരണം അവർക്ക് നൽകിയിരുന്നു? അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ ഫെലിക്സ്? സവാദ് മരപ്പണി ജോലിയാണ് എടുത്തിരുന്നത്. മരപ്പണി ജോലി സവാദിന് നൽകിയത് റിയാസ് എന്നയാളാണ്. ഈ റിയാസ് എന്നയാളുടെ വീട് ഇപ്പോൾ സവാദ് പിടിയിലായ മട്ടന്നൂർ ബേരത്തിന് തൊട്ട് സമീപത്തായാണ്. ഈ റിയാസ് STPയുടെ നേതാവായിരുന്നു എന്നതാണ് ആ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ STPക്കാരാണ് അല്ലെങ്കിൽ PFIക്കാരാണ് സവാദിന് ജോലി നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുന്നുണ്ട്. കാരണം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്, ഈ സവാദിന് ജോലി നൽകിയ റിയാസ് അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തുള്ളവരാണ്, അവരാണ് ഇവർക്ക് ജോലി നൽകിയത്, അവർക്ക് STP ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ തന്നെ സമ്മതിക്കുന്നു. അതായത് സവാദിനൊപ്പം ഈ മരപ്പണി ജോലി ചെയ്ത മറ്റു 3 പേരുണ്ട്. അവർക്കൊക്കെ ഈ STPയുമായി ബന്ധമുണ്ടെന്നതാണ് നാട്ടുകാർ നൗഫൽ എന്ന നാട്ടുകാരനടക്കം നമ്മളോട് ഇന്നലെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഇയാളെ സഹായിച്ചത് STP PFI ആളുകളാണ് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. NIAക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണം പോകുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗവും NIAയും. ഏതായാലും
ഈ വിഷയത്തിൽ 3 ഇടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ 8 വർഷമാണ് ഇങ്ങനെയൊരു പ്രമാദമായൊരു കേസിലെ മുഖ്യപ്രതിക്ക് കണ്ണൂരിൽ ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞത്. പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചു. ഏറ്റവും ഒടുവിൽ മട്ടന്നൂർ ബേരത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അത് നാട്ടുകാരെയൊക്കെ അറിയിച്ചിരുന്നു, ഞാൻ ഇവിടുന്ന് മാറുകയാണ് എന്ന്. ആ സമയത്താണ് NIA വളരെ അതീവ രഹസ്യം ഇവിടെ എത്തി സവാദിനെ പിടികൂടുന്നത്. ഏതായാലും സവാദ് 3 ഇടങ്ങളിൽ വളപട്ടണത്തും ഇരിട്ടി വിളക്കോടും ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ മട്ടന്നൂർ ബേരത്തുമാണ് ഒളിവിൽ കഴിഞ്ഞത്. സവാദിനെ പിടികൂടാൻ സഹായിച്ചത് ഒന്ന്, ഈ കുഞ്ഞിൻ്റെ ജനറൽ സർട്ടിഫിക്കറ്റിൽ ഈ ഷാജഹാൻ എന്ന പേര് മാറ്റി സവാദ് എന്ന പേര് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് NIAക്ക് അറിയാമായിരുന്നു. ആ മുറിവും അവർ തെളിവായി സ്വീകരിച്ചു. ആ മുറിവ് ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സവാദിൻ്റെ വീട്ടിൽ NIA സംഘം എത്തുന്നത്. 14 അംഗ സംഘം, അതിൽ മട്ടന്നൂർ പോലീസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് മട്ടന്നൂർ പോലീസിന് ഇക്കാര്യം അറിയിക്കുന്നത്. അങ്ങനെ അവർ 3 മണിയോട് വീട്ടിലെത്തി കതക് മുട്ടി. അവസാനം ഭാര്യയാണ് കതക് തുറന്നത്. പിന്നീട് ഷാജഹാൻ ഉണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ കഴിയുന്ന സവാദ് എത്തി. അതിനുശേഷം സവാദിനോട് നിങ്ങളുടെ പേര് ഷാജഹാൻ എന്നല്ലല്ലോ സവാദ് എന്നാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറയാൻ തയ്യാറായില്ല. പിന്നീട് ജനറൽ സർട്ടിഫിക്കറ്റ് കാട്ടി. അതിനുശേഷം ശരീരത്തിലെ മുറിവ് കാണിച്ചു. അപ്പോഴാണ് സവാദ് പറഞ്ഞത് ഇത് മറ്റ് കമ്പ് കൊണ്ടുണ്ടായ ഒരു മുറിവാണ് എന്നാണ്. പക്ഷേ ഒടുവിൽ താൻ ഷാജഹാൻ അല്ല സവാദാണെന്ന് NIA സംഘത്തിന് മുമ്പിൽ സവാദിന് സമ്മതിക്കേണ്ടിയും വന്നു.